ഈ മഹാഭാവി എന്താ ചെയ്തത്? അമ്പലത്തിൽ പോകുന്ന പറഞ്ഞിട്ട് സെറ്റും കൊണ്ട് കൊടുത്തിട്ട് പോയതാ മോളെ. ഇതാരുടെ കൂടെ പോയോ? എന്റെ മോനെ ചതച്ചിട്ട് ദുഷ്ടത്തി. ഇത്ര വലിയ മോളെ ഇട്ടിട്ട് അവൾ എന്താ ചെയ്തത് ദൈവമേ? എന്താ അമ്മേ എത്ര നേരം ചോദിക്കുന്നു? എന്താ കാര്യം പറ. ഇന്നലെ രാത്രി വിളിച്ച് പെട്ടെന്ന് വാ പറഞ്ഞ ഇത് ഇവിടെ എവിടെയെങ്കിലാണോ? ദുബായിൽ നിന്ന് വരണ്ടേ? എന്തോ ഭാഗത്തിന് ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ പാസ്പോർട്ട് അടിച്ച് ടിക്കറ്റ് എടുത്ത് വരികയാണ്. ആ കൂടെ 5 ദിവസം ലീവുള്ള അമ്മ അത്രയും പറഞ്ഞതുകൊണ്ടാണ്. എത്ര ചോദിച്ചിട്ട് എന്താ പറയാത്തത്? ഇന്നലെ കുറേ പ്രാവശ്യം വിളിച്ചല്ലോ. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫുൾ ടൈം സ്വിച്ച് ഓഫ്. അമ്മൻ്റെ ഫോൺ അവൾക്ക് കൊടുക്കുക പറഞ്ഞാൽ കേൾക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആരെയും അറിയിക്കണ്ടാവണ്ട. ഒന്ന് പറയുമ്പോൾ ചോദിച്ചു തന്നെ ചോദിക്കുന്നില്ല. എന്താ പ്രശ്നം? അവളെവിടെ? മോനകത്തേക്ക് വാ. അമ്മ രാധികേ, രാധികേ, മോളെ പാറു. എടോ എടോ എവിടെ പോയി മോളെ? രാധികേ, എന്താ അമ്മ ഇവരൊക്കെ എവിടെ പോയി? എന്താ എന്തിനെന്നെ വിളിച്ച്? അതിന് സുഖമില്ലാണ്ടായോ? അമ്മ ഒന്ന് പറമേ. എന്താ മോനെ? എന്താണ് ഇത്? നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടല്ലേ ഗൾഫിലേക്ക് പോയത്? 2 ദിവസം മുമ്പ് വരെ അവൾ എന്നെ വീഡിയോ കോൾ വിളിച്ച് സന്തോഷത്തോടെ സംസാരിച്ചായിരുന്നല്ലോ. ചോദിക്കുമ്പോ എൻ്റെ കയ്യിലില്ലെങ്കിൽ ആരെയൊക്കെ വാങ്ങിച്ച് പൈസ അയച്ചു തരുന്നല്ലേ? ഞാൻ എന്താ അവളോട് ചെയ്തത്? അമ്മ കുറേയായി ഇവള് വിടാണ്ട് ഫോണിൽ തന്നെയാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം തോന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ ഏട്ടന് ലീവാണ്, വീഡിയോ കോളിൽ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. അന്ന് ഒന്ന് ഫോൺ ഞാൻ മോനോട് സംസാരിക്കട്ടെ പറഞ്ഞപ്പോ അമ്മ തന്നില്ല. അമ്മ എന്തെങ്കിലും പണിയെടുക്കി, ഞാനും ഏട്ടനും സംസാരിക്കുന്ന ഇടയിൽ എന്തിനാ അമ്മ വരുന്നെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അവളിന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്ന പറഞ്ഞിട്ട് പോയതാ മോനെ. ആ മോളെ അവിടെ ഇട്ടേച്ചിട്ട് 10-12 വയസ്സായി കുട്ടിനെ ഇട്ടിട്ട് അവളിങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആർക്കെങ്കിലും അറിയോ? അവൾക്ക് എന്തിന്റെ കുറവാ അവിടെ? എന്റെ മോളവിടെ? അത് മേലെയാ. ഒരു സാധനം കഴിച്ചിട്ടില്ല മോനെ. ഇന്നലെ തുടങ്ങി കരച്ചില. മോളെ അച്ഛ അമ്മ പോയ അച്ഛ എന്നിട്ടേച്ച് പോയി. അമ്മ എന്നിട്ടേച്ച് പോയ അച്ഛ. മോള് കരയണ്ട, അമ്മ വയ്ക്കോട്ടടാ. എൻ്റെ മോക്ക് അച്ഛനില്ലേ? അച്ഛ അമ്മയെ തിരിച്ചുകൊണ്ട് അച്ഛ. മോളെ നമ്മളൊന്നും വേണ്ട പറഞ്ഞിട്ട് അമ്മ പോയതല്ലേ? അമ്മ വയ്ക്കോട്ടടാ, നമുക്ക് അച്ഛനുണ്ട്.
എൻ്റെ മോള് കരയണ്ട കേട്ടോ. മോൾക്ക് അച്ഛനുണ്ട്. അയ്യോ. എന്താ മോളെ? എന്താ എന്താ മോളെ? അച്ഛൻ വരണ്ട, അച്ഛനെ വിളിയാ. അമ്മ, അമ്മേ. ഹലോ മോളെ. എന്താ മോനെ? എന്താ? അമ്മ വയറുവേനമ്മ, അമ്മനെ വരാനാ പറഞ്ഞത്. ആണോ? നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്താ മോളെ, വയറ് വേനിക്കണം? നല്ല വയറ് വേദനിക്കണം. വേനിക്കണോ? മോള് മുട്ടിക്കോ. നല്ല വയറ് വേനയുണ്ടോ? മോള് കരയണ്ട, അതിപ്പോ മാറും. അപ്പം മാറേണ്ട വയറ് വേനയത് മാറും. അത് അമ്മ ചൂടുവെള്ളം എന്തെങ്കിലും തരാം കേട്ടോ. എന്താ മോക്കെന്താ? മോനെ, കുട്ടിക്ക് പീരിയഡ്സ് ആയതാ. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അപ്പം നല്ല വേദന ഉണ്ടാവോ? ആ പാവം പേടിച്ചിരിക്കുക മോനെ. വയറ് വേദനിച്ചിട്ട് ഞാൻ ചൂടുവെള്ളം ലേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അമ്മ കൂടെ വേണ്ടത്. പ്രായപൂർത്തിയാകാനായി മക്കളെ ഇട്ടിട്ട് വേറൊരു ചെക്കൻ്റെ കൂടെയൊക്കെ പോകുക എന്ന് പറഞ്ഞ ആ മഹാഭാവി എന്തിനാ ആ കുഞ്ഞിനെ പ്രസവിച്ചത്? അതെന്ത് പാവം ചെയ്ത്? നിന്നെയും ചതിച്ചു, ആ കുഞ്ഞിനെയും ചതിച്ചു. അവളൊക്കെ ഒരു അമ്മയാണോ? മോനെ, അവൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ? ഈ അടുത്ത് തന്നെ ഡിവേഴ്സും കിട്ടും. അവൾ ഏതോ ഒത്തിരി സുഖിച്ച് നടക്കുന്നുണ്ടാവും. പിന്നെ നീ എന്തിനടാ ഈ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്? അപ്പം മോൾക്കാണെങ്കിൽ ഒരമ്മൻ്റെ ആവശ്യമാണ്. പിന്നെ ഞാൻ എത്ര കാലം ഉണ്ടാകും മറ്റേ മോനെ? എനിക്കെന്തെങ്കിലും പറ്റിയ നീ ആ ചെറിയ വെള്ളം കൊണ്ട് എന്ത് ചെയ്യോടാ? മോനൊരു പെൺകുട്ടി നോക്കട്ടെ അമ്മ. വേണ്ടമ്മേ, സ്വന്തം അമ്മയ്ക്ക് പോലും എൻ്റെ മോളെ വേണ്ട പറഞ്ഞിട്ട് പോയതല്ലേ. ഇനിയിപ്പം വേറൊരു പെൺകുട്ടി വന്നിട്ട് എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിയില്ലെങ്കിലോ? അത് വേണ്ടമ്മേ. എൻ്റെ ജീവിതം എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മോളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും മരുന്ന് വേണമേ? മോനിവിടെ നിൽക്ക്, അമ്മ ഇപ്പോൾ വരാം. ഇതെന്താ വക്കീലേ ഇത്? 10-12 വയസ്സായ കുട്ടിയെ ഇട്ടിട്ടല്ലേ അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ പോയത്. ഇപ്പൊ കുഞ്ഞിനെ വേണം പറഞ്ഞിട്ട് അവൾ കേസ് കൊടുത്തിരിക്കണം. അപ്പൊ കോടതി പറയണം അവളുടെ ഒപ്പം വിടെ. എന്ത് നിയമമോ വക്കീലേ ഇത്? അപ്പൊ ആണുങ്ങൾക്കൊരു നിയമവും ഇതൊന്നുമില്ലേ? 1.5 വർഷമായില്ലേ അവൾ പോയ പിറ്റേ ദിവസം എൻ്റെ മകൻ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയല്ലേ. അവനല്ലേ കുഞ്ഞിന് ഇത്രയും നോക്കിയത്. ഇപ്പൊ കോടതി അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞ അപ്പൊ ആണുങ്ങൾക്ക് ഒരു നിയമവും ഇല്ലേ ഈ നാട്ടില്? ഇപ്പൊ കുഞ്ഞിനെ അവളുടെ കൂടെ വിട്ടുകൊടുത്ത വക്കീലെ വേറെ ഒരുത്തനല്ലേ അവൻ? ആ കുട്ടിന്റെ അച്ഛനൊന്നും അല്ലാലോ. എന്ത് സേഫ്റ്റി അവൾക്ക് അവിടെ ഉണ്ടാവുക? അതിനാരും സമാധാനം പറയുക കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? മോളെ, ഇന്ന് കോടതി പോയാ അമ്മ വിളിക്കാൻ വരട്ടോ. അച്ഛനോട് നിർത്താൻ പറ്റില്ലത്രേ. കോടതി എന്ന് പറഞ്ഞല്ലേ,
അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. എൻ്റെ മോളെ എനിക്ക് വിട്ടു കൊടുക്കേണ്ടി വരുമല്ലോ. മോള് ഇടയ്ക്ക് അച്ഛനെ കാണാൻ വരണേ. എനിക്ക് അമ്മനെ വേണം അച്ഛൻ. അവനെ കാണാൻ തോന്നും. എനിക്ക് അച്ഛനെ വേണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാം. മോക്ക് അമ്മനെ വേണമെന്ന് അച്ഛനെ അറിയാം. അതുകൊണ്ടല്ലേ അച്ഛൻ കോടതി ഒന്നും പറയാത്തത്. സമയമില്ലേ, മോള് പോയി ഡ്രസ്സ് മാറ്റി. അച്ഛനും അച്ഛൻ വരാം. മനസ്സിലായി. മോനെ, മോളോട് കോടതിന്ന് എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം മതി എന്ന് പറയടാ. ഒന്ന് കോടതി കേൾക്കും. അമ്മേ, എൻ്റെ മോക്ക് അവളുടെ അമ്മനെ വേണമെന്നുണ്ട്. രാത്രി പാവം ഫുള്ള് കരച്ചില്ല അമ്മേ. അമ്മനെ കണ്ട എന്തായാലും അവൾ പോവും. അവൾക്കൊന്നും മനസ്സിലാകാനായിട്ടില്ല അല്ലമ്മേ. അവൾ വയ്ക്കോട്ടെ.